സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കും. എൻ പ്രശാന്തിനെ കായിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാകും. TV അനുപമയാണ് പുതിയ ഗതാഗത സെക്രട്ടറി. ദിവ്യ S അയ്യരെ വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്നും തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറാക്കി. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, ഇപ്പോൾ സംസ്ഥാന IAS തലപ്പത്താണ് വലിയ അഴിച്ചുപണി നടന്നിട്ടുള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ IAS തലപ്പത്ത് അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ആ ലിസ്റ്റ് അല്ലെങ്കിൽ ആ അഴിച്ചുപണി അല്ലെങ്കിൽ ആ ട്രാൻസ്ഫർ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസമാണ് സസ്പെൻഷനിലായിരുന്ന ബി അശോകിനെയും അതുപോലെ തന്നെ N പ്രശാന്തിനെയും സർക്കാർ സർവീസിലേക്ക് തിരിച്ചെടുത്തത്. ഇരുവർക്കും നിയമനം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ബി അശോകാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ സെക്രട്ടറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ N പ്രശാന്തിനെയും അദ്ദേഹത്തെ ഇപ്പോൾ കായിക വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയായാണ് നിയമിച്ചിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല പോസ്റ്റുകളിലും വലിയ മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിലവിൽ ഷർമിള മേരി ജോസഫ് ആയിരിക്കും പുതിയ ആരോഗ്യ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ളതാണ് ഒരു മാറ്റം. അതുപോലെ തന്നെ TV അനുപമ ഗതാഗത സെക്രട്ടറിയായി വരും. അതുപോലെ തന്നെ രാജമാണിക്യമാണ് KSEBയുടെ പുതിയ ചെയർമാൻ. അവിടെ KSEBയുടെ ചെയർമാനായിരുന്ന മിൻഹാജ് അലമിനെ കൃഷി വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അവിടെ ദിവ്യ S അയ്യരായിരുന്നു ഡയറക്ടറായി ഉണ്ടായിരുന്നത്. അവരെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രിൻസിപ്പൽ ഡയറക്ടർ തദ്ദേശ വകുപ്പിലെ പ്രിൻസിപ്പൽ ഡയറക്ടറായാണ് ദിവ്യ S അയ്യരെ മാറ്റിയിരിക്കുന്നത്. ജെറോമിക് ജോർജാണ് പുതിയ ഈ വിഴിഞ്ഞത്തിൻ്റെ ഡയറക്ടർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഉള്ള ഒരു കാര്യം. അത് വിഴിഞ്ഞത്തിൻ്റെ MD ആയി വരുന്നത് ജെറോമിക് ജോർജാണ്. ജെറോമിക് ജോർജ് നിലവിൽ ഈ തദ്ദേശ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ്. അങ്ങനെ ദിവ്യ അയ്യർ പ്രിൻസിപ്പൽ ഡയറക്ടർ തദ്ദേശ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി വരുന്ന ഒഴിവിൽ ആണ് ഇപ്പോൾ ജെറോമിക് ജോർജിനെ മാറ്റി നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലെല്ലാം തന്നെ മാറ്റമുണ്ടായിട്ടുണ്ട്. നിലവിൽ TV സുഭാഷാണ് PRDയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നത്. സ്പെഷ്യൽ സെക്രട്ടറി PRDയുടെ സ്പെഷ്യൽ സെക്രട്ടറിയായി TV സുഭാഷാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ അവിടെ ആ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറിയായാണ് TV സുഭാഷിനെ മാറ്റിയിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള നിലവിൽ സെക്രട്ടറി ആയിട്ടുള്ള രക്തൻ യു ഗേൽക്കർ അദ്ദേഹത്തിനാണ് ഈ നിലവിൽ ഈ PRD വകുപ്പിൻ്റെ ചുമതല എന്നുള്ളത്. അതുപോലെ തന്നെ രക്തൻ യു ഗേൽക്കറിന് കോസ്റ്റൽ ഷിപ്പിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെയും അതുപോലെ തന്നെ ഈ വയോജനങ്ങളുടെ അവർക്ക് വേണ്ടിയുള്ള ക്ഷേമത്തിനുള്ള വകുപ്പിൻ്റെയും ഒക്കെ അഡീഷണൽ ചാർജും നൽകിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു മാറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അദീല അബ്ദുള്ളയ്ക്ക് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമനം നൽകിയിട്ടുണ്ട്. അങ്ങനെ വിവിധ തലത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 40ഓളം ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും വലിയ ഒരു മാറ്റം തന്നെ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പ്രത്യേകിച്ച് N പ്രശാന്തിനെയും അതുപോലെ തന്നെ B അശോകിനെയും തിരിച്ചെടുത്തു. അവർക്ക് പോസ്റ്റിങ്ങും നൽകിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സ്ഥാനത്താണ് B അശോകിനെ നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ വിവിധ തലത്തിൽ വലിയ ഒരു അഴിച്ചുപണി തന്നെയാണ് ഇപ്പോൾ IAS തലപ്പത്ത് ഉണ്ടായിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. എന്തായാലും സംസ്ഥാന IAS തലപ്പത്താണ് ഇപ്പോൾ വലിയ അഴിച്ചുപണി ഉണ്ടായിട്ടുള്ളത്. പ്രധാനപ്പെട്ട പദവികളിലൊക്കെ മാറ്റമുണ്ടായിട്ടുണ്ട്. B അശോകിനെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കും. N പ്രശാന്തിനെ കായിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കും. TV അനുപമയാണ് പുതിയ ഗതാഗത സെക്രട്ടറി. അതുപോലെ തന്നെ ദിവ്യ S അയ്യരെ വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്നും തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ആക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്.